ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ടിപ്പായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മൾ ഇങ്ങനത്തെ ഐ പെൻസിൽ വെച്ച്, ഇനി ഐ പെൻസിൽ അല്ല, നമ്മൾ സാധാരണ കൺമഷി വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ താഴത്തെ വാട്ടർ ലൈനിന്റെ അവിടെ എഴുതുമ്പം കുറെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവും അല്ലേ, ഫേസിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരും. അപ്പം അങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് നമുക്കൊരു കുഞ്ഞു ടിപ്പ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിന്റെ ഒരു കാജലാണ്. ഇത് എഴുതി വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കൺമഷി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ വാട്ടർ ലൈനിൽ നമ്മൾ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുക്കാം. ഇനി ബ്രഷ് ഇല്ലെങ്കിൽ സാധാരണ ഈ ബഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരു ബ്രഷ് വാങ്ങിച്ചു വെക്കുന്നത് നല്ല കേട്ടോ. നമ്മൾ ഈ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്മഡ്ജ് ചെയ്യാനൊക്കെ ബ്രഷ് ആകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഇതിനൊന്നും അധികം റേറ്റ് ഇല്ല. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ താഴെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഒന്നിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മളുടെ കൺമഷി ഇങ്ങനെ പരന്ന് നമ്മളുടെ ഫേസിലേക്കൊന്നും ആവാതെ നിൽക്കും. ഇത് ഒരു മെത്തേഡ്. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഐ ഷാഡോ പാലറ്റ് ഉള്ളവരാണെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഐ ഷാഡോ പാലറ്റ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നും ആവില്ല, അത് പരക്കെ ഫേസിലേക്ക് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവേ ഒന്നും ചെയ്യത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ബ്രഷ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ഐ ഷാഡോ പാലറ്റ് ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ ഒരു ബ്ലാക്ക് കളറ് കുറച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ എഴുതിയില്ലേ, അതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കണ്ണ് എഴുതിയതിൻ്റെ താഴെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഐ ഷാഡോ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺമഷി അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഐ മേക്കപ്പ് സ്പ്രെഡ് ആവാതെ ഇരിക്കും. ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൺമഷി മാത്രം എഴുതിയിട്ട് സ്മഡ്ജ് ചെയ്യാം. ഐ ഷാഡോ പാലറ്റ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക. ഐ ഷാഡോ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമല്ല, ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു ബ്രഷ് വെച്ചിട്ടോ. അല്ലെങ്കിൽ ബ്രഷ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്യൂടെപ്പ് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഐ മേക്കപ്പ് സ്പ്രെഡ് ആവാതെ നല്ല ഭംഗിയായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.